കുറേ അസുഖങ്ങളുണ്ട്, പറയുന്നില്ല ഞാൻ സാറിൻ്റെ അടുത്തൊന്നും. കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നു. തുടർന്ന് ഓപ്പറേഷൻ ചെയ്യണ സ്റ്റേജും കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ 5 ദിവസം കൊണ്ട് ബെൽറ്റ് ഇല്ലാതെയാണ് നടക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നത്. ഷുഗറും പ്രഷറും എല്ലാം ഉണ്ടായിരുന്നു, അതിനെല്ലാം മാറ്റം വന്നു. ഓരോ വേർഡ്സ് പറയുമ്പോഴും ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് പറഞ്ഞില്ല. അപ്പൊ ആൾക്ക് നന്നായിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞങ്ങൾ 7 പേരായിരുന്നു വന്ന വീട്ടിൽ, അവർക്കെല്ലാം നല്ല ആശ്വാസമുണ്ട്. ഈ കസേരയിൽ അരമണിക്കൂറിൽ കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടുന്നൊരു വേദനയായിരുന്നു, അതിപ്പോൾ നല്ല മാറ്റമുണ്ട്. കുറേ അസുഖങ്ങളുണ്ട്, പറയുന്നില്ല ഞാൻ സാറിൻ്റെ അടുത്തൊന്നും. സാറിൻ്റെ അടുത്ത് അസുഖം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഒന്നും പറയുന്നില്ല. എനിക്ക് പറയുകയാണെങ്കിൽ എണ്ണി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് സാധാരണ വെയിൽ കൊള്ളാൻ പറ്റത്തില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ശരീരമായിട്ട് ഭയങ്കര ശരീരം മൊത്തം ഇങ്ങനെ നീരിങ്ങനെ മാറി മാറി നടക്കുന്ന വേദന. എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് റേക്ക് അതൊക്കെ പഠിച്ചാണ്. അപ്പം റേക്ക് പഠിച്ചത്. അപ്പം ഞാൻ ഹീൽ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ സീഡ് ഒട്ടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു വശത്ത് നീരുണ്ടെങ്കിൽ അത് അപ്പുറത്തേക്ക് പോകും, പിന്നെ അവിടെ ഒട്ടിക്കുമ്പോൾ ഇപ്പുറത്തേക്ക് വരും. അങ്ങനെ ഇതാ. അപ്പോൾ എന്തുകൊണ്ട് നീര് മാറാത്തത് കൊണ്ട് എനിക്ക് തോന്നി ഞാൻ തന്നെ ചെയ്താൽ അതിൽ വലിയ ഹീലിംഗ് ഒന്നും വരത്തില്ലാന്ന് തോന്നിയുണ്ട്. എനിക്ക് തോന്നി സാറിൻ്റെ വീഡിയോസ് ഞാനൊരു 6 മാസം കൊണ്ടേ കാണുന്നുണ്ട്, കണ്ടിന്യൂ സാറിൻ്റെ വീഡിയോസാണ് കാണുന്നത്. BP കൂടും എനിക്ക്, മരുന്ന് കുടിച്ചോണ്ടിരിക്കുമ്പോഴും BP കൂടും. മരുന്ന് കുടിച്ചാൽ BP കൂടുമ്പോൾ വരും. അപ്പം BP മെഷീൻ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പം BP ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പം അതിനെ ഞാൻ മരുന്ന് നിർത്തി കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നു. തുടർന്ന് താങ്ക് യു സാർ. വൈഫിന് സ്കോളിയോസിസിൻ്റെ ബെൻഡായിരുന്നു, അപ്പോൾ അതുകൊണ്ടും ഊരവേദനേൻ്റെ പ്രയാസമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് ആവുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എനിക്ക് സ്കോളിയോസിസിന്റെ ബാക്ക് പെയിൻ ആയിരുന്നു. ഇടത് കൈ പൊക്കുമ്പോഴും താഴ്ത്തുമ്പോഴും വേദന ആയിരുന്നു. അതുപോലെ വലത് കാലിനുണ്ട്, കൈയിൻ്റെ വേദന കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുമ്പം എനിക്ക് നടുവിന് വേദനയായിരുന്നു. ബെൽറ്റ് കെട്ടി കൊണ്ടാണ് വേദന, നടക്കാൻ പറ്റില്ല. ഇപ്പം എല്ലാം ഷിവയായി. കാലിൻ്റെ മുട്ടിൻ്റെ വേദന ഉണ്ടായിരുന്നു, അത് മാറി. വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് മാറിയിട്ടുണ്ട്. പിന്നെ സംസാരിക്കാൻ വാക്കുകൾ എനിക്ക് കിട്ടാൻ പാടാണ്. നമുക്ക് 10-30 വർഷം മുമ്പുള്ള നടുവേദനയാണ്. അപ്പോൾ ആ നടുവേദന ഇപ്പം കാലിലോട്ട് ഇറങ്ങി. ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ സ്റ്റേജും കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇടുപ്പലിന് ബലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തോർത്ത് കുറുക്കി കെട്ടിയിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അതിന് പുറത്തിറങ്ങുമ്പോൾ ബെൽറ്റ് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അന്ന് തന്നെ ബെൽറ്റ് മാറ്റി വെച്ച് ഇപ്പോൾ ഈ 5 ദിവസം കൊണ്ട് ബെൽറ്റ് ഇല്ലാതെയാണ് നടക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നത്. നടക്കുമ്പോൾ കാലിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഏറെക്കുറെ എല്ലാം മാറി എന്നാണ് അമ്മ പറയണത് ഈ 5 ദിവസം കൊണ്ട്. ഇവന് ഫസ്റ്റ് ഓഫ് ഓൾ സ്പീച്ചിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകും. അതായത് ഓരോ വേർഡ്സ് പറയുമ്പോഴും ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് പറഞ്ഞില്ല. സാറിന്റെ സെഷൻ 11 കഴിഞ്ഞു. അപ്പൊ ആൾക്ക് നന്നായിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആക്റ്റീവ് കുറവായിരുന്നു, ഇപ്പൊ ആള് നല്ല കുറുമ്പാണ്. അതേപോലെ ഷോർട്ട് സ്പീച്ച് ആണ്. പിന്നെ സാർ അവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോഴും ആദ്യത്തെ എനിക്കൊന്നും കാണില്ലായിരുന്നു, ഭയങ്കര മൂലായിരുന്നു. ഇപ്പൊ അതിലെ കുറെയൊക്കെ മാറ്റങ്ങളുണ്ട്. പിന്നെ കണ്ണുവേദന ഉണ്ടായി, മൈഗ്രെയിൻ ഉണ്ടായി, അതൊക്കെ മാറി. എനിക്കിവിടെ വരുമ്പോൾ ഷുഗറിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഷുഗർ രാത്രി പിന്നെ ഒരു 4-5 പ്രാവശ്യം മൂത്രമൊഴിക്കുന്നൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതിവിടെ വന്നിട്ട് ഈ ഒരു 2ാമത്തെ സിറ്റിങ്സ് തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ പിന്നെ ഇരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് 2ാമത്തെ സിറ്റിങ്ങിൽ തന്നെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം ഇവിടെ നിന്നൊരു വേദന ഉണ്ടായിരുന്നു, കൈ പൊക്കാനുള്ള ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പൊക്കുമ്പോൾ നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡോക്ടർ ചെറിയൊരു പിടുത്തം പിടിച്ച് അതിൻ്റെ കൂടെ തന്നെ അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ നിന്നൊരു വേദനയായിരുന്നു, അതിപ്പോൾ നല്ല മാറ്റമുണ്ട്. എനിക്ക് ഷോൾഡർ പെയിനും കൈ വേദനയും കൊണ്ട് എനിക്ക് സഹിക്കുക വയ്യാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരുന്ന്. ഇപ്പം എൻ്റെ ഷോൾഡറിൽ ഒന്ന് കൈ ട്രീറ്റ്മെൻറ്റ് നടത്തി എനിക്ക് നല്ല ആശ്വാസമുണ്ട്. വേദനയ്ക്ക് പെട്ടെന്ന് വേദന മാറിയതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്കതിന് വളരെ ആശ്വാസമുണ്ട്. അതുപോലെ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ എൻ്റെ കിതപ്പ് മാറിയിട്ടുണ്ട്. ഈ 5 നിലയുടെ മുകളിൽ ഞാൻ ഓടിക്കയറിയാണ് വന്നത്. എനിക്ക് അതുപോലുള്ള ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ 7 പേരായിരുന്നു വന്ന വീട്ടിൽ, അവർക്കെല്ലാം നല്ല ആശ്വാസമുണ്ട്. ഞാൻ ഈ സാറിനെ കാണാൻ വന്ന അന്ന് മുതൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എൻ്റെ കൈ ബേക്കിലേക്ക് പൊങ്ങാൻ തുടങ്ങി, മഴ മാറി, എല്ലാ അസുഖങ്ങളും കുറവുണ്ട്. യൂട്രസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് മാറ്റം വന്നു. ഷുഗറും പ്രഷറും എല്ലാം ഉണ്ടായിരുന്നു, അതിനെല്ലാം മാറ്റം വന്നു. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. കാല് നല്ല വേദനയും മസിൽ പെയിനും, കാല് ഒരു 5 മിനിറ്റ് വരെ താത്തിട്ടിരിക്കാൻ പറ്റത്തില്ല, കാല് നീര് കയറും, അങ്ങനെയുള്ള അസ്വസ്ഥത ഉണ്ടായിരുന്നു. പിന്നെ തൊണ്ട ഈ വെള്ളത്താഹം പോലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 5 ദിവസം കൊണ്ട് ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും എനിക്ക് മാറിയിട്ടുണ്ട്. ഇനി ഫൈബ്രോയിഡിൻ്റെ മുഴ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ അതും മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. വരുമ്പോൾ ഷോൾഡർ പെയിന്, പുറം വേദന,
വയറ്റിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, എരിച്ചിൽ, പുകച്ചിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം മാറി. പിന്നെ ഈ കസേരയിൽ അരമണിക്കൂറിൽ കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. പിന്നെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ ശക്തമായ ചുമ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അത് മാറിയിട്ടുണ്ട്. എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 ഷോൾഡറിനും പെയിൻ ഉണ്ടായിരുന്നു, അതും ഒരു 90% കുറവുണ്ട്. എനിക്ക് ഷോൾഡർ പെയിനും നെക്ക് പെയിനും ബാക്ക് പെയിനും നല്ല കാലുവേദന ഉണ്ടായിരുന്നു. 90% റെഡി ആയിട്ടുണ്ട്. എനിക്ക് വന്നപ്പോൾ മുതൽ നല്ല വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് കംപ്ലീറ്റ് പോയി. കാല് അനക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ കാല് തെരിപ്പും കാല് വേദനയും കംപ്ലീറ്റ് പോയി. എനിക്ക് വളരെ സന്തോഷം, വളരെ ഹാപ്പി.